ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ട് ചാനൽ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 5 ദിവസമെങ്കിലും നമ്മൾ ഒന്ന് പുളിപ്പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതിൻ്റെ ഒപ്പം നമ്മൾ വേണമെങ്കിൽ ചോറിട്ടാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് പുളിച്ച ആയിട്ടുള്ള ഒരു ഏകദേശം 4-5 ദിവസം പുളിച്ചതായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു കഞ്ഞിവെള്ളത്തിന് നമ്മൾ നമ്മുടെ ഉള്ളിത്തോല്, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ തോലുകൾ അതൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട്, ഇതിപ്പോൾ നന്നായിട്ട് അഴുകി നന്നായിട്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നമ്മളിത് ഡയറക്റ്റായിട്ട് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് അരിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു വേസ്റ്റ് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ കിടന്ന് അതിൽ നിന്ന് പുഴു ഉണ്ടായിട്ട് അത് നേരെ ചെടികളുടെ വേരിലോട്ട് വന്ന് പെട്ടെന്ന് ചീഞ്ഞ് എന്താ പറയുക, പുഴുക്കൾ വന്നിട്ട് വേര് കാർന്ന് നിന്ന് ചെടി നാശമാവും. അതുകൊണ്ട് എല്ലാവരും ഇത് നന്നായിട്ട് അരിച്ച് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറയാനുള്ളത്, നമ്മൾ ഇനിയിപ്പോൾ അരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. കാരണം ഈ 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് കൊഴുത്ത ഒരു കഞ്ഞിവെള്ളമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ പുളിപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് വീര്യം കൂടിയിട്ടുണ്ടെങ്കിൽ ചെടികൾക്കത് ദോഷമായിട്ടും വരും കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചെടുത്ത് ഇപ്പോൾ ഒരു ലിറ്റർ എന്നുള്ള കണക്കിൽ നിങ്ങൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യുമ്പം അതിന് അധികം ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാട പോലെ കെട്ടിക്കിടന്നിട്ട് നമുക്ക് വായു സഞ്ചാരം ചെടികൾക്ക് കിട്ടാതെ പെട്ടെന്ന് ചെടികൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതേപോലെയുള്ള ഓർക്കിഡുകൾക്കൊക്കെ കൊടുക്കുമ്പം അത്യാവശ്യം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂമ്പിലൊന്നും തട്ടാതെ സൈഡ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഈ ഒരു കഞ്ഞിവെള്ളം ധാരാളമായിട്ട് നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് ഒരു ആൻറ്റി ഇൻഫെക്ഷൻ കൂടിയാണ് ഇത്. ഇതിൻ്റെ കൂടുതലായിട്ട് നമ്മുടെ ചെടികളിലുണ്ടാകുന്ന എല്ലാ ബാക്ടീരിയസിനെയും, അതായത് ചീത്ത ബാക്ടീരിയസിനെ തുരത്തിയിട്ട് നന്നായിട്ടുള്ള ഗ്രോത്ത്, ഏറ്റവും കൂടുതൽ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപോലെ ഗ്രോത്ത് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കറിവേപ്പിനൊക്കെ ആണെങ്കിൽ കറിവേപ്പിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതേപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തോട്ട് നമ്മൾ 1 സ്പൂണ് എപ്സം സാൾട്ട്, ഏകദേശം 5 ഗ്രാം എപ്സം സാൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ റോസയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് പൂക്കൾ വരാൻ വേണ്ടി, അല്ലെങ്കിൽ പൂമുട്ടുകൾ ഇങ്ങനെ തളിർപ്പുകൾ വരാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. അപ്പം സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പം നഴ്സറികളിലൊക്കെ ആണെങ്കിൽ അവരത് വെള്ളത്തിൻ്റെ കൂടെ ഈ എപ്സം സാൾട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം കിട്ടിയതാണ് ഇതേപോലെ പൂക്കളിലെല്ലാം എല്ലാ റോസയിലും തന്നെ കൂമ്പുകളിൽ പെട്ടെന്ന് കൂമ്പുകളുണ്ടായി. ആ കൂമ്പുകളെല്ലാത്തിൻ്റെ അകത്തും നല്ല മുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.